നമസ്കാരം, ഞാൻ വിനീഷ് രോഗിണി. കേരളത്തിലെ 99% ആളുകൾക്കും പണം സമ്പാദിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്കറിയാം, കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. കേരളം ഒരു പ്രൊഡ്യൂസർ സ്റ്റേറ്റ് അല്ല, മറിച്ച് ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് എന്ന് നമുക്ക് അറിയാം. ഉയർന്ന ജീവിത നിലവാരം ഉണ്ടെങ്കിലും സാധാരണക്കാരന് സമ്പത്തുണ്ടാക്കാനുള്ള, അതായത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് വളരെയധികം കുറവാണ്. നമ്മുടെ ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ പണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതായത് ബിസിനസ്സുകൾക്കുള്ള സാധ്യത വളരെ കുറവാണ്. ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരുടെ എണ്ണവും വളരെ 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 കുറവാണ്. എന്നാൽ കമ്പനികൾ ഒരുപാട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താനും. അതൊക്കെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ പൂട്ടി പോവുകയാണ്. എല്ലാവരും ഫെയിലിയർ ആയിട്ട് മറ്റ് പല ജോലികൾ അന്വേഷിച്ച് അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റുകളിൽ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് ബിസിനസ് ചെയ്യുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഇതിന്റെ പ്രധാനപ്പെട്ട കുറേ കാരണങ്ങളുണ്ട് ആൾക്കാർക്ക് വരുമാനമില്ലാത്ത. ഒന്നാമത്തെ കൂറ്റൻ വീട് സിൻഡ്രോം. ഒരു വീട് കേരളത്തിലെ ഏതെങ്കിലും ഒരു വഴിയോരങ്ങളിൽ അല്ലെങ്കിൽ ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു നില വീടുണ്ടെങ്കിൽ അതിന്റെ തൊട്ടടുത്തൊരു 2 നില വീടുണ്ടാവും. ആ 2 നില വീടുണ്ടെങ്കിൽ തൊട്ടടുത്തൊരു 3 നില വീടുണ്ടാവും. കോടികൾ ഇൻവെസ്റ്റ്മെന്റിന്റെ വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഒരു വീടിന്റെ തൊട്ടടുത്ത് അതിനേക്കാൾ എങ്ങനെ ഭംഗി കൂട്ടിയ ഒരു വീടുണ്ടാക്കാം, അടുത്ത ആൾ വിചാരിക്കുന്ന അതിനേക്കാൾ കുറെ കൂടി വലിയ വീട് എങ്ങനെ ഉണ്ടാക്കാം. അപ്പൊ ഓരോ വീടിന്റെ ഭംഗി കൂട്ടി ഓരോ സംവിധാനങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാധാരണ ആൾക്കാരുടെ ഒരു ചിന്താഗതി മാറാണ്. അവന്റെ വീട് ഇത്രയും വലുത്, അപ്പൊ അതിനേക്കാൾ കുറച്ച് നല്ലത് ഞാൻ കെട്ടണ്ടേ എന്ന ചിന്താഗതിയോട് കൂടിയിട്ട് ഇവൻ കാട്ടമൊക്കെ വാങ്ങിച്ച് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഫണ്ട് ഉണ്ടാക്കിയിട്ട് വീട് കിട്ടും. പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഒരു നേട്ടവും ഇല്ല. എന്നാൽ ജീവിതകാലം വരെ ഇതൊരു വലിയ ലൈബിലിറ്റി എന്ന സത്യാവസ്ഥ ഒരാൾക്കും അറിയുന്നില്ല. മിനിമം ഏകദേശം ഒരു 3000 സ്ക്വയർ ഫീറ്റ് വീടുകളാണ് ഇപ്പോൾ ആൾക്കാർ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു വീടൊന്നും ആൾക്കാർക്ക് ആവശ്യമില്ല. എന്നാൽ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയ കുഞ്ഞു വീടുകളാണ്. അതാണ് മെയിൻ ആയിട്ടുള്ള ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ സ്വർണത്തോടുള്ള ഭ്രമം. എന്തായാലും അത് ഒരു തരത്തിൽ ബെനിഫിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ സ്വർണത്തിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്വർണം പൊതുവെ ലോക്കറിൽ ഇരിക്കുകയാണ്. അതിനിപ്പോൾ ബെനിഫിറ്റ് കൂടിയിട്ടുണ്ട്. ഇത് ആൾക്കാർ സ്ഥിരമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെയൊക്കെ അത് വലിയ ബെനിഫിറ്റ് ഒന്നും ആയിരുന്നില്ല. ഇപ്പോഴാണ് അത് ഒന്ന് കയറിയിട്ട് വന്നത്. ഇനി സാമ്പത്തിക മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത്? അതായത് നോർമലി കേരളത്തിൽ ഒന്നാമത് ഗൾഫ് ഗ്ലിച്ചാണ്. അതായത് മണി ഓർഡർ എക്കണോമി. അത് നിലവിൽ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൾഫിൽ ഒരുപാട് ആൾക്കാർ പോയി അവിടുന്ന് ഒരുപാട് വരുമാനമൊക്കെ ഉണ്ടാക്കി അത് നാട്ടിലേക്ക് കൊടുത്ത് അങ്ങനെ നാട്ടിലെത്തുന്ന മെയിൻ ആയിട്ടുള്ള വരുമാനം ഈ ഗൾഫിലെ വരുമാനം തന്നെയാണ്. എല്ലാവർക്കും സ്വാഭാവികമായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ്. പ്രവാസികളാണ് മെയിൻ ആയിട്ട് കേരളത്തിന്റെ ഒരു ബ്ലഡ് എന്ന് പറയുന്നതാണ്. നാട്ടിൽ മറ്റ് വരുമാന സ്രോതസ്സുകളൊന്നും ഇല്ല. ഒന്നും ചെയ്യാനിവിടെ പറ്റുന്നില്ല, ആർക്കും സാധിക്കുന്നില്ല. അതിനുള്ള ഒരു സാഹചര്യം ഇനി ഡെവലപ്പായിട്ട് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ വരും. ഒരുപാട് വലിയ കോർപ്പറേറ്റ് കമ്പനികൾ, ഒരുപാട് കമ്പനികൾ വരണം. ഒരുപാട് സ്ഥലം കേരളത്തിലുണ്ട്. ഗവൺമെന്റിന്റെ ആയിട്ടുള്ള പല ഏരിയകളിൽ സ്ഥലമുണ്ട്. അപ്പൊ അതൊക്കെ പരമാവധി യൂട്ടിലൈസ് ചെയ്ത് കമ്പനികൾ, ഒരു പട്ടുകൂറ്റം കമ്പനികൾ വരണം. ഒരു 1000കണക്കിന് കമ്പനികളെല്ലാം എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ഈ ആന്ധ്ര സർക്കാരും അതേപോലെ തന്നെ തമിഴ്നാട് സർക്കാരൊക്കെ കൊടുത്ത് ഇലക്ട്രിസിറ്റി, സ്ഥലം, അതുപോലെ തന്നെ വെള്ളം എല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് ഒരുപാട് കമ്പനികളെ ഇവിടെ എത്തിച്ചാൽ മാത്രം നമുക്ക് വലിയ രീതിയിലുള്ള ബിസിനസ് ഇവിടെ ഡെവലപ്പ് ആവുള്ളൂ. അങ്ങനെ ബിസിനസ് ഡെവലപ്പ് ആയാലും ഇവിടെ റവന്യൂ വരുള്ളൂ, ജോലി അങ്ങനെയുള്ള സാധ്യതകളൊക്കെ വരുള്ളൂ. അത് നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് ഒരു സാധിക്കുന്ന ഒരു കാര്യമല്ല. മീൻസ് ആ ഒരു മെത്തേഡിലേക്ക് പതിയെ മാറി വരുന്നുണ്ട്. അതിന്റെ വലിയൊരു കാര്യമാണ്. ഇനി ഇങ്ങനെ കമ്പനികളും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ തൊഴിലില്ലായ്മ അത് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ള ഒരു സംസ്ഥാനമായിട്ട് മാറി കേരളം. ഉയർന്ന സാക്ഷരതയുണ്ടോ? അതുണ്ട്. എന്നാൽ വൈറ്റ് കോളർ ജോലികളോടുള്ള ഭ്രമം കാരണം യുവാക്കൾ തൊഴിൽ ഇല്ല. സാധാരണ കൂലിപ്പണി എടുക്കാൻ ആൾക്കാർക്ക് വലിയ താല്പര്യമില്ല. ഉദാഹരണം തെങ്ങ് കയറ്റം, അതേപോലെ തന്നെ പെയിന്റ് അടി, അതുപോലെ തന്നെ സാധാരണയുള്ള ചെറിയ കൂലിപ്പണികൾ. ഒരുപാട് പണികളുണ്ട്. ഇത് സാധാ പണികളല്ല, ഇത് പ്രൊഫഷണലി നല്ല ശമ്പളവും ഉണ്ട്, ഭയങ്കര സാലറിയാണ്. ഇപ്പോൾ 1500 രൂപയൊക്കെയാണ് ഇങ്ങനെയുള്ള പണികൾക്കൊക്കെ ഒരു ദിവസം കിട്ടുന്ന പൈസ. അതിന് പോലും ആളെ കിട്ടാനില്ല എന്നതാണ് യാഥാർത്ഥ്യം. എല്ലാവരും നല്ല പ്രൊഫഷണൽ ജോലി വേണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുന്നു. എന്നാൽ അതേ സമയത്ത് ബംഗാളികൾ ഒരുപാട് ആൾക്കാർ, അല്ലെങ്കിൽ പുറത്തുള്ള സ്റ്റേറ്റിലുള്ള ആൾക്കാർ, ഇവരൊക്കെ വന്ന് നോർത്ത് ഇന്ത്യൻസ് കംപ്ലീറ്റ് വന്ന് ഇവിടെ പണിയെടുക്കുകയാണ്. അവർക്ക് ഫുൾ ടൈം പണിയെടുക്കാൻ അവർ റെഡിയാണ്. നമ്മൾ ഇവിടെ സാധാരണ ജോലികൾ ചെയ്യാൻ വേണ്ടി ഇതിനൊന്നും നമ്മൾ തയ്യാറല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ബിസിനസ്സിലെ വെല്ലുവിളികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉയർന്ന ചെലവുകളാണ് മെയിൻ ആയിട്ട്. ഉയർന്ന കൂലി. ഇപ്പൊ നല്ല രീതിയിൽ കൂലി കൊടുക്കണം ഇവർക്കൊക്കെ ബിസിനസ് ഇപ്പൊ റൺ ചെയ്യണമെങ്കിൽ. 2, ഭൂമിയുടെ വില, ലാൻഡിന്റെ വില എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു രക്ഷയില്ലാത്ത വില കൂടുതലാണ്.
ഓരോ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ലക്ഷം കോടികളിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുക. ഓരോ ഏരിയയിൽ ലക്ഷം തന്നെയാണ് സെന്റിനൊക്കെ. അതൊരു വലിയൊരു ചലഞ്ചാണ് ബിസിനസ് തുടങ്ങുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ബിസിനസ് വിരുദ്ധ മനോഭാവം കുറച്ചെങ്കിലും ആൾക്കാർക്ക് നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാടൊന്നുമില്ല. അത് മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ബിസിനസ്സുകാരോട് ഒരു പ്രത്യേക ഒരു വിരുദ്ധ മനോഭാവം കുറച്ചെങ്കിലും ആൾക്കാർക്ക് ഉണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ബിസിനസ്സുകാരനെ കണ്ടു കഴിഞ്ഞാൽ അവനെ എങ്ങനെയെങ്കിലും പൂട്ടിച്ചേ അടങ്ങുള്ളൂ എന്ന രീതിയിൽ ചിന്തിക്കുന്ന കുറെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെറിയ കുറ്റങ്ങളും കുറവുകളൊക്കെ കണ്ടെത്തിയിട്ട് അതിനെ പിന്നെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് അത് ഭയങ്കര പ്രശ്നമായി അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പോകും. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ ബിസിനസ് ഇതൊക്കെ ഒരിക്കൽ പൊട്ടി പാളീസായി കഴിഞ്ഞാൽ ഏതും ഒരുത്തൻ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് മീഡിയാസിലും കാര്യങ്ങളിലൊക്കെ വരും. അത് വന്നു കഴിഞ്ഞാൽ തുടങ്ങാൻ പോകുന്നവന്റെ മൊത്തം മാനസികാവസ്ഥ തളർന്നു പോകും. അവൻ ചിന്തിക്കുമോ ഇവിടെ വേണ്ട, വേറെ എവിടെയെങ്കിലും പോയി തുടങ്ങാം എന്ന് വിചാരിച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോകും. അത് ഒരു പരമ്പരാഗതമായിട്ട് നേരത്തെ കുറച്ചെങ്കിലും ആൾക്കാരുടെ ഇടയിലുള്ള ഒരു ചിന്താഗതിയാണ്. അത് കുറച്ചു കാലം കഴിയുമ്പോൾ മാറും എന്നതിൽ തർക്കമൊന്നുമില്ല, പക്ഷെ സമയമെടുക്കും. അത് തന്നെയാണ് മെയിൻ കാര്യം. അതുപോലെ തന്നെ അമിത ഉപഭോഗം, അതായത് സ്പെൻഡിങ് വളരെ കൂടുതലാണ്. വരുമാനം ഇപ്പോൾ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ചെലവ് 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയായിരിക്കും ചെലവ്. അങ്ങനെ തന്നെയാണ്. എന്താ ചെയ്യുക, അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല. ഇൻവെസ്റ്റ്മെന്റിന് കൂടുതൽ സ്പെൻഡിങ് ചെയ്തിട്ട് ബാക്കി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ഒന്നുമില്ല. അതാണ് യാഥാർത്ഥ്യം. നോർമലി എല്ലാവരും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് ബാക്കി സ്പെൻഡ് ചെയ്യുക. ഇത് അങ്ങനെയല്ല. ഇതെല്ലാം സ്പെൻഡ് ചെയ്തിട്ട് ബാക്കി ഇൻവെസ്റ്റ് ചെയ്യാനും ഇല്ല. വരുമാനം 1 ലക്ഷം ആണെങ്കിൽ 2 ലക്ഷം രൂപയുടെ ചെലവ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. 1% എങ്ങനെ എത്തിപ്പെടാം എന്നതിനെ കുറിച്ച് നോക്കാം. അതായത് ബാക്കി 1% ആൾക്കാർ ഫണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ആ ശതമാനം ആൾക്കാരിലേക്ക് നമുക്ക് എങ്ങനെ എത്തിപ്പെടണമെങ്കിൽ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. കൂറ്റൻ വീടുകളൊക്കെ കിട്ടുന്നില്ലേ, അതൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കുക. ഒരു ചെറിയ കുഞ്ഞു വീട് കിട്ടുക. എനിക്ക് തോന്നുന്നു വിദേശത്തുള്ള ആൾക്കാരൊക്കെ ഫോറിനേഴ്സ് ഒക്കെ ഇപ്പൊ അവരുടെ ഒരു പുതിയ മെന്റാലിറ്റി, അവർ കാടുകളിൽ പോയിട്ട് താമസിക്കുക. വലിയ കാടൊക്കെ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് പഴയ നമ്മുടെ കൾച്ചർ അതേപോലെ അവർ തന്നെ സ്വന്തം കൃഷി ചെയ്തിട്ട് അവർ തന്നെ അവിടുന്ന് വരുമാനം ഉണ്ടാക്കിയിട്ട് അവിടുത്തെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതൊക്കെ വെച്ചിട്ട് അവരെന്ത് ചെയ്യുക, ജീവിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേപോലെ തന്നെ പടുകൂറ്റം വീടുകളൊക്കെ ഒഴിവാക്കിയിട്ട് കുഞ്ഞു വീടുകളൊക്കെ ചെറിയ കുടിലുകളൊക്കെ കെട്ടിയിട്ട് താമസിക്കുക. മനസ്സിലായില്ലേ? വില കുറഞ്ഞ ഒരുപാട് ഏരിയ ഉണ്ട്. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ സ്ഥലവും എടുത്ത് കുറച്ച് കൃഷിയൊക്കെ ചെയ്തിട്ട് ജീവിക്കുക. അതിന്റെ സുഖം വേറെയാണ്. എന്നിട്ട് ആ ബാക്കിയുള്ള പണം എടുത്തിട്ട് SIP-ലോ ബിസിനസ്സിലോ നിക്ഷേപിക്കുക. ദെൻ നമ്പർ 2, സ്വർണ്ണത്തിന് പകരം സോവറിൻ ഗോൾഡ് ബോണ്ടുകളൊക്കെ വാങ്ങിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ഗോൾഡ് ബീസ് ഉണ്ട്, അതുപോലെ തന്നെ സിൽവർ ബീസ് ഉണ്ട്. ഇതിലൊക്കെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ്, നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ലോകത്തിന് സേവനം നൽകുന്ന ഡിജിറ്റൽ എക്സ്പോർട്ട് ബിസിനസ്സുകൾ തുടങ്ങുക. എല്ലാവർക്കും വേൾഡ് വൈഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിങ്ങോ ഡിജിറ്റൽ റിലേറ്റ് ചെയ്തുള്ള എന്തെങ്കിലും പ്രോഡക്ട്സ് സർവീസസ് ഒക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതൊക്കെ ആകുമ്പോൾ ഒരു അഡീഷണൽ ആയിട്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു റവന്യൂ എത്തും. ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള റവന്യൂ ഉറങ്ങുമ്പോഴും വരുമാനത്തും. അതുപോലെ തന്നെ ഹൈ വാല്യൂ സ്കിൽസ് പഠിക്കുക. കോഡിംഗ്, മാർക്കറ്റിംഗ് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള റവന്യൂ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നതും യാഥാർത്ഥ്യമാണ്. സമ്പത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കുന്നത് ശമ്പളത്തിൽ നിന്നല്ല, നിക്ഷേപങ്ങളിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സംസ്കാരം മാറ്റുക, സമ്പത്ത് വളർത്തുക. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ നിങ്ങൾ ഇതിന്റെ പക്ഷത്താണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൊളീഗ്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അത് കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമ്മൾ നാളെ കാണാം. ഇറ്റ്സ് വിനീഷ് സൈനിങ് ഓഫ്. ബൈ.